അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്റർ, അതായത് ഡെസിമൽ മെത്തേഡ്സ്, ദശാംശ രീതികൾ. അപ്പോൾ നമുക്ക് വളരെ ഈസിയായ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണിത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. നമുക്കറിയാം ഈ എണ്ണൽ സംഖ്യ അല്ലേ, എണ്ണൽ സംഖ്യ നമ്മൾ എന്താ പറയുക, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും അല്ലേ. ഏതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? അതായത് എണ്ണൽ സംഖ്യ 1, 2 അല്ലേ, 3, 4 അങ്ങനെ പോകുന്നതാണ് നമ്മുടെ എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ എന്ന് പറയാറുണ്ട് നമ്മൾ. എന്താണ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ? അതായത് നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുന്നത് അല്ലേ. അതായത് ബൈ 8, ഇപ്പോൾ ഉദാഹരണത്തിന് 1/2 അല്ലേ, അതല്ലെങ്കിൽ നമുക്ക് 7/10 അല്ലെങ്കിൽ ഒരു 32/5 അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതേ രൂപത്തിൽ ഒരു ഛേദവും ഒരു അംശവും ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഭിന്നസംഖ്യ. അതിനെ എന്തെന്നാ പറയാറ്, ഫ്രാക്ഷൻ എന്ന് പറയും അല്ലേ. അതും നമുക്കറിയാം. പിന്നെ നമ്മൾ ദശാംശ സംഖ്യ, അതായത് ഡെസിമൽ എന്ന് പറയാറുണ്ട്. എന്താണ് ഡെസിമൽ? ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കിയാൽ 5.4 അല്ലേ, 5.4 ഇവിടെ ഒരു പോയിന്റ് വന്നു. അല്ലെങ്കിൽ നമുക്ക് 7.02 കണ്ടില്ലേ, അപ്പോൾ ഇവിടെ പോയിന്റ് വന്നു. അതല്ലെങ്കിൽ നമുക്കൊരു 4.12 അല്ലേ. അപ്പോൾ ഇതേപോലെ പോയിന്റ് ഇട്ട് എഴുതുന്നതിനാണ് സംഖ്യകൾക്കിടയിൽ, അക്കങ്ങൾക്കിടയിൽ പോയിന്റ് ഇട്ട് എഴുതുന്നതിനാണ് നാം എന്ത് പറയുക, ദശാംശ സംഖ്യ അല്ലെങ്കിൽ ഡെസിമൽ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് ഈ ഭിന്നസംഖ്യയെ, ഒരു ഭിന്നസംഖ്യയെ എങ്ങനെയാണ് നാം ദശാംശ സംഖ്യയായിട്ട് എഴുതുക, അതായത് ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമലായിട്ട് നാം എഴുതുക, അതാണ് ഒന്നാമത് പഠിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ നാം നേരെ തിരിച്ച്, അതായത് ഡെസിമലിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കുക. പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കാര്യം കൂടി പഠിക്കും, ഒരു സംഖ്യയെ എങ്ങനെയാണ് നാം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അതായത് സംഖ്യയെ പിരിച്ച് എഴുതുക എങ്ങനെയാണ്. ഈ 3 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താണ് പഠിക്കാൻ പോകുന്നത്, ഒരു ഭിന്നസംഖ്യ ഫ്രാക്ഷനെ എങ്ങനെയാണ് ഡെസിമൽ, അതായത് ദശാംശ സംഖ്യയായിട്ട് എഴുതുക എന്നാണ് നാം പഠിക്കാൻ പോകുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു വയറുണ്ടെന്ന് വിചാരിക്കാം. ഇതൊരു വയർ. ഈ വയറിൻ്റെ നീളം ഒരു 56 സെൻറ്റിമീറ്റർ ആണ്. ഈ വയറിൻ്റെ നീളം, ഇത്ര നീളമുള്ളൊരു ചരട് എൻ്റെ കയ്യിലുണ്ട്. ഇതിനെ എനിക്ക് ഉദാഹരണത്തിന് 10 ഈക്വൽ പാർട്സുകളാക്കണം. അതായത് തുല്യ ഭാഗങ്ങളായിട്ട് 10 മുറിക്കണം എന്ന് വിചാരിക്കുക. 10 ഭാഗങ്ങളാക്കണം, അതായത് 10 പാർട്സ് ആക്കണം. അപ്പോൾ ഇതിൻ്റെ മൊത്തം നീളം 56. അപ്പോൾ ഒരു പീസിൻ്റെ നീളം എത്ര വരും? ഞാനിതിനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിൽ ഓരോ പീസിന് എത്ര വരും? 56 നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് നമുക്ക് എങ്ങനെ കിട്ടും, 56 മൊത്തം 56, അതിന് ഞാൻ 10 കഷ്ണങ്ങളാക്കി അല്ലേ. അപ്പോൾ 56/10. അപ്പം നമുക്ക് ഒരു പീസിൻ്റെ നീളം കിട്ടും. അപ്പോൾ 56/10 നമ്മൾ എങ്ങനെ ചെയ്യാറ്, നമുക്ക് ഹരിക്കാൻ അറിയാം അല്ലേ. 56 ഹരിക്കണം 10. അപ്പോൾ ആദ്യം 5 പോകില്ല, പിന്നെ 56 എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം അല്ലേ. 5 പ്രാവശ്യം പോകും. 5 × 10 50. പിന്നെ നമ്മൾ മൈനസ് ചെയ്തിടും 6 അല്ലേ. ഇനി ഇവിടെ ഇറക്കിയിടാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു പോയിന്റ് ഇടും അല്ലേ. എന്നിട്ട് പിന്നെ ഇവിടെ എന്ത് ചെയ്യും, ഒരു 0 ചേർക്കും. ഇനി നമ്മൾ 60നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം. അപ്പോൾ 6 × 10 60. ഇനി ഇവിടെ ശിഷ്ടം ഇല്ല, റിമൈൻഡർ ഇല്ല. അപ്പോൾ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 5.6 കിട്ടി. എങ്ങനെയാണ് നാം സാധാരണ ചെയ്യാറ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ നാം പഠിക്കാൻ പോകുന്നത് വളരെ എളുപ്പമായ ഒരു രീതിയാണ്. ഇവിടെ നമുക്ക് നോക്കിയേ, 56നെ എനിക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ 56നെ കൊണ്ട് ശ്രദ്ധിക്കുക, 56ൻ്റെ ഇടയിൽ എന്താണുള്ളത്? 10 ആണ് അല്ലേ. 10, അതായത് 10ൽ ഒരു 0 ആണുള്ളത് അല്ലേ. 10ൽ ഒരു 0 ആണുള്ളത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം, 56നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ 56നെ ഇട്ടിട്ട് ഇവിടെ ഒരു 0 ആണ്. അതുകൊണ്ട് നമ്മുടെ 56ൻ്റെ ഇവിടെ നിന്ന് ഇടത്തോട്ട് ശ്രദ്ധിക്കുക, ഇടത്തോട്ട് ഒരു സ്ഥാനം, അതായത് ഒരു ഡിജിറ്റ് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ടാൽ മതി, ഉത്തരായി. അപ്പോൾ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ഏത് സംഖ്യയെയും നമുക്ക് 10 കൊണ്ട് ഹരിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, ഈ നമ്മുടെ ഈ വലതേ അറ്റത്ത് ഭാഗത്ത് നിന്ന് ഒരു സ്ഥാനം ഇടത്തോട്ട്, ഒരു ഡിജിറ്റ് ഇടത്തോട്ട് മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം അല്ലേ. 5.6 ഇവിടെ കിട്ടി. ഇവിടെ നമുക്ക് ഹരിച്ച് കിട്ടിയപ്പോഴും 5.6. നമുക്ക് 25/10 ആണെന്ന് വിചാരിക്കാം.
അപ്പോൾ 25നെ നമുക്ക് 10 കൊണ്ട് ഹരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 10ന് ഒരു പൂജ്യമാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ഥാനം മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇടും അല്ലേ. അപ്പോൾ ഉത്തരം എത്ര വന്നു? 2.5. ഇനി നമുക്ക് വേറൊരു സംഖ്യ 165/10 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ഉത്തരം കിട്ടും? 165 ഇവിടെ 10 ഒരു പൂജ്യമാണ്. അപ്പോൾ ഒരു പോയിന്റ് ഇങ്ങോട്ട് നീക്കിയിട്ടു അല്ലേ. അപ്പോൾ എന്ത് ഉത്തരം കിട്ടും? 16.5. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് 10 കൊണ്ട് ഹരിക്കുക എന്ന് മനസ്സിലായി. അപ്പോൾ അത് തെറ്റിക്കില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 562. 562നെ എനിക്ക് 100 കൊണ്ട് ഹരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 10 ആയപ്പോൾ ഒരു സ്ഥാനം നീക്കി കുത്തിട്ടു അല്ലേ. ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ നിന്ന് 2 സ്ഥാനം ഇടത്തോട്ട് നീക്കിയിട്ട് പോയിന്റ് ഇടാം. അപ്പോൾ ഉത്തരം എത്ര വന്നു? 5 കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു അല്ലേ. അപ്പോൾ 5.62. മനസ്സിലാവണില്ലേ? ഇനിയിപ്പോൾ 425 വിചാരിക്കാം /100. എളുപ്പത്തിൽ പറയാലോ. 2 പൂജ്യം. അപ്പോൾ 2 സ്ഥാനം നീക്കി കുത്തുമ്പോൾ എന്ത് വരും? 4.25. അപ്പോൾ നമ്മൾ 10 കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുക, 100 കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുക എന്ന് പഠിച്ചു അല്ലേ. ഇനി നമുക്ക് 1000 ആണെങ്കിലോ 1000 കൊണ്ട് ഹരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനൊരു 2625 ഹരിക്കണം 1000. ഇവിടെ എങ്ങനെ ഹരിക്കും? നാം ഇതേ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എങ്ങനെ ചെയ്യും? ഇവിടെ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം ഉണ്ട് അല്ലേ. അതുകൊണ്ട് 3 സ്ഥാനം നീക്കി നമുക്ക് ഉത്തരണം പോയിന്റ് ഇടണം. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 2 3 അല്ലേ. അപ്പോൾ 2.625. ഇനി നമുക്ക് വേറെ സംഖ്യ എടുക്കാം. 6235 എന്ന് വിചാരിക്കാം /1000. അപ്പോൾ എത്ര വരും? 3 പൂജ്യം അല്ലേ. അപ്പോൾ 1 2 3. അപ്പോൾ എവിടെ കുത്ത് വരും? 6.235. അപ്പോൾ നമ്മളിവിടെ ഇത് നോക്കിയേ, ഇതാണ് ഭിന്നസംഖ്യകൾ അല്ലേ. അതായത് ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷനെ എങ്ങനെയാക്കി മാറ്റി? ഈ ഡെസിമലാക്കി മാറ്റി അല്ലേ. അപ്പം ഇവിടെ നാം ചെയ്തത് ഫ്രാക്ഷനെ മുഴുവൻ ഡെസിമൽ ഫോമിലേക്ക് മാറ്റി. അതായത് ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റി. അപ്പോൾ 10 അടിയിൽ ഇപ്പോൾ 10 കൊണ്ട് ഏത് സംഖ്യയും 10 കൊണ്ടോ അല്ലെങ്കിൽ 100 കൊണ്ടോ അല്ലെങ്കിൽ 1000 കൊണ്ടോ അല്ലെങ്കിൽ 10000 കൊണ്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എത്ര പൂജ്യമുണ്ടോ ആ പൂജ്യത്തിനനുസരിച്ച് കൊണ്ട് നാം പോയിന്റ് കണ്ട് അടുത്തോട്ട് മാറ്റിയിട്ടാൽ മതി. ഞാനൊരു സംഖ്യ എഴുതാൻ പോണ്. ഇപ്പോൾ 31.5 /100. ഇതിപ്പോൾ എന്താണ്? ഒരു ഭിന്നസംഖ്യ രൂപത്തിലാണ് അല്ലെ, ഫ്രാക്ഷൻ്റെ രൂപത്തിലാണ്. ഇതിനെ എനിക്ക് ഇതേപോലെ ഡെസിമൽ രൂപത്തിലേക്ക് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതും? നാം പഠിച്ചിട്ടുണ്ട് 2 പൂജ്യം ആണെങ്കിൽ അല്ലേ 2 സ്ഥാനം നീക്കി കുത്തിടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഓൾറെഡി ഇവിടെ 31.5 ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഇതിനൊന്നും പോയിന്റ് ഉണ്ടായില്ല, നമ്മൾ പോയിന്റ് ഇടുകയാണ് ചെയ്തത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പോയിന്റ് ഉള്ള ഭാഗമുണ്ടല്ലോ, അവിടെ നിന്നാണ് നാം എത്രയാണോ ഇപ്പോൾ 100 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ 2 സ്ഥാനം നീക്കി കുത്തേണ്ടത്. മനസ്സിലായോ? അപ്പോൾ പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടത്തോട്ട് 2 സ്ഥാനം നീക്കുക. അല്ലെങ്കിൽ 10 ആണെങ്കിൽ 1 സ്ഥാനം, 1000 ആണെങ്കിൽ 3 സ്ഥാനം. അപ്പോൾ ഇവിടെ എന്ത് വരും? 31.5/100 എന്ന് പറയുമ്പോൾ 31 കഴിഞ്ഞിട്ടാണ് പോയിന്റ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നാം 2 സ്ഥാനം ഇങ്ങോട്ട് നീക്കണം. 100ന് 2 പൂജ്യം അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വരും? ഉത്തരം 0.31. കണ്ട, ഈ പോയിന്റിനെ 1 2 ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ പോയിന്റ് ഇങ്ങോട്ട് മാറി 5 ഇങ്ങനെ വന്നു ഉത്തരം. അപ്പം ഇതാണ് ഉത്തരം. അപ്പോൾ നമ്മൾ സാധാരണ ഈ പോയിന്റ് നമ്മൾ ആദ്യം എഴുതുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു 0 മുന്നിൽ വെറുതെ ചേർക്കും. ആ 0ത്തിന് വാല്യൂ ഇല്ല, പക്ഷേ നമ്മൾ വേറെ തെറ്റാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു 0.315 ഇങ്ങനെ എഴുതും. ആദ്യം പോയിന്റുമ്പോൾ തുടങ്ങുകയാണെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി ഇപ്പോൾ 2.5 ഹരിക്കണം 100. അപ്പോൾ ഇതെന്ത് ചെയ്യും? നമുക്കറിയാം ഇവിടെ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് വേണം? നമ്മൾ ഇവിടെ നിന്ന് 2 സ്ഥാനം നീക്കി കുത്തണം എന്ന് പറഞ്ഞു നമ്മൾ അല്ലേ. പക്ഷേ ഇവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. ഇവിടെ 2 പൂജ്യം ഉണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ഥാനം നീക്കി ഇടാൻ ഇവിടെ വേറെ സംഖ്യ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാം എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് 2 സ്ഥാനം എന്തായാലും നമ്മൾ നീക്കി കുത്തിടണം, അത് നിർബന്ധമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒന്നില്ലാത്തത് കൊണ്ട് നോക്കിയാൽ 1 ഇങ്ങോട്ട് മാറി അല്ലേ, 2ൻ്റെ ഇപ്പുറത്തേക്ക് മാറി. അപ്പോൾ ഈ അടുത്ത സംഖ്യ നമ്മളൊരു 0 അവിടെ ചേർത്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ വരും? ഇവിടെ 0.0
0.25 എന്നായി. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പോയിന്റ് 1, 2 സ്ഥാനം മാറി. അപ്പോൾ ഇവിടെ വേറെ അക്കങ്ങളില്ലെങ്കിൽ അവിടെ നമ്മൾ 0 ചേർക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെസിമൽ ഫോം അല്ലേ. അപ്പോൾ ഇവിടെ പോയിന്റ് ആദ്യം വന്നതുകൊണ്ട് നമുക്കിവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക വെറുതെ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭിന്നസംഖ്യയെ, ഒരു ഫ്രാക്ഷനെ ഡെസിമലാക്കി മാറ്റാം എന്നാണ് നാം ഇതുവരെ പഠിച്ചത്. ഇനി നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഒരു ഡെസിമലിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 4.2. ഇത് എന്ത് രൂപമാണ്? നമുക്ക് കണ്ടെത്താൻ പോയിന്റ് ഉണ്ട് അല്ലേ, അതായത് ദശാംശ സംഖ്യയാണ്, അതായത് ഡെസിമൽ ഫോമാണിത്. ഇതിനെ നമുക്ക് തിരിച്ച് ഇതേപോലെ ഫ്രാക്ഷൻ ആക്കണം. അപ്പം എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ഡെസിമൽ, അതായത് ദശാംശ ഭാഗത്ത്, അതായത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര അക്കം ഉണ്ട്? ഒരു അക്കമാണുള്ളത് അല്ലേ, 2 മാത്രമുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സംഖ്യ ഈ പോയിന്റ് കളഞ്ഞിട്ട് 42 എന്ന് എഴുതി ബൈ, ഇവിടെ പോയിന്റിന്റെ വലതുഭാഗത്ത് ഒരക്കമാണുള്ളത് അല്ലേ. അപ്പം എന്ത് വേണം? ഒരു 0 ചേർക്കുക. ഒരു 0 ഉള്ളത് കൊണ്ട് ഹരിക്കുക, അതായത് 10 കൊണ്ട് ഹരിക്കുക. ഇവിടെ ഒരക്കാണുള്ളത്, അതുകൊണ്ട് നമ്മൾ ഒരു 0, അപ്പോൾ 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഇവിടെ ഡെസിമലിനെ നാം എന്താക്കി? ഫ്രാക്ഷൻ ആക്കി. ഇനി 5.6 എന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെ മാറ്റും? ആദ്യം 56 എന്ന് എഴുതി ബൈ, ഇനി എന്ത് വേണം? ഇവിടെ ഒരു അക്കമാണുള്ളത്, അതുകൊണ്ട് നാം എന്ത് വേണം? ഒരു 0 ആണ് അല്ലേ. അപ്പോൾ 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 56/10. ഇങ്ങനെയാണ് ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കുക. ഇനി നമുക്ക് മറ്റൊരു സംഖ്യ നോക്കാം. 327.45. ഇത് എന്താണ്? ഒരു ഡെസിമലാണ് അല്ലേ. ഇതിന് നാം എങ്ങനെ ഫ്രാക്ഷൻ ആക്കണം? നാം ഈ പഠിച്ച പോലെ തന്നെ എഴുതാം. ആദ്യം എന്ത് വേണം? പോയിന്റ് ഒഴിവാക്കിയിട്ട് ഈ സംഖ്യ എഴുതാം. സംഖ്യ എത്രയാണ്? 327.45 അല്ലേ. ഇനി നോക്കിയേ, ഈ പോയിന്റിന് ശേഷം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ, 2 സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഹരിക്കേണ്ടി വരും? 2 0, അതായത് ബൈ 100. അപ്പോൾ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. എങ്ങനെയാണ് ഭിന്നസംഖ്യയെ ദശാംശ സംഖ്യയിലേക്ക് മാറ്റുക, എങ്ങനെയാണ് ദശാംശ സംഖ്യയെ ഭിന്നസംഖ്യയിലേക്ക് മാറ്റുക അല്ലേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ. ഇനി നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യയെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അതായത് പിരിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സംഖ്യ 325, ഈ ഒരു സംഖ്യ, ഈ സംഖ്യയെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം, അതായത് പിരിച്ചെഴുതണം. എങ്ങനെയാണ് പിരിച്ചെഴുതുക? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഒറ്റ അല്ലേ, ഒറ്റ 10 100, അത് 1s 10s 100 അല്ലേ. അപ്പോൾ ഇവിടെ 100ന്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 3 ആണ് കിടക്കുന്നത് അല്ലേ, 3. അപ്പോൾ നമുക്ക് 3 100 ഉണ്ട് അല്ലേ. മനസ്സിലാവണില്ലേ? ഒറ്റ 10 100, ഇവിടെ 100ന്റെ സ്ഥാനത്ത് 3 ആണ്, അതായത് ഈ സംഖ്യയിൽ എത്ര 100 ഉണ്ട്? 3 100 ഉണ്ട് അല്ലേ. പിന്നെ എന്തുണ്ട്? പ്ലസ് എന്തുണ്ട്? ഒറ്റ 10ന്റെ സ്ഥാനത്ത് എത്രയാണ്? 2 ആണ് കിടക്കുന്നത് അല്ലേ. അതായത് ഈ സംഖ്യയിൽ എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട് അല്ലേ. അപ്പം 2 × 10, 2 10 ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇനി ഒറ്റ 1s അല്ലേ, 1ൽ എത്രയാണ്? 5 ആണുള്ളത് അല്ലേ, 5. അപ്പം 5 × 1ന്റെ സ്ഥാനത്ത് 5. അപ്പം ഇതാണ് നമ്മുടെ സംഖ്യ. അപ്പോൾ 3 × 100 300, 2 × 10 20, 5 × 1 5. അങ്ങനെയാണ് നമുക്ക് 325 കിട്ടുക. ഇനി നമുക്ക് 56 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. 56നെ ഒറ്റ 10 അല്ലേ. അപ്പോൾ 10ന്റെ സ്ഥാനത്ത് എത്രയാണുള്ളത്? 5 അല്ലേ. അപ്പോൾ 5 × 10. ഇനി ഏതാണുള്ളത്? 6, ഒറ്റയുടെ സ്ഥാനത്ത് 6 പ്ലസ് 6 × 1 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇവിടെ 100ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. അപ്പോൾ 5 × 10 50 പ്ലസ് 6 × 1 6. അങ്ങനെയാണ് നമുക്ക് 56 കിട്ടുക. അപ്പോൾ നമ്മൾ ഈ 325നെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 3 × 100, 2 × 10, 5 × 1 അല്ലേ. അപ്പോൾ ഇത് നമുക്കൊരു ടേബിൾ വരച്ച് ചെയ്ത പോലെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒരു ടേബിൾ വരച്ചിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനൊരു ടേബിൾ വെറുതെ റഫായിട്ട് വരയ്ക്കുകയാണ്. ഒരു ടേബിൾ വരച്ചു. നമ്മുടെ സംഖ്യ എത്രയാണ്? 325 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 1ന്റെ സ്ഥാനത്താണ് 5 അല്ലേ. 1s, ഇതാണ് 1s, ഒറ്റയുടെ സ്ഥാനത്ത് 5. അപ്പോൾ നമുക്ക് ഇവിടെ 1ന്റെ സ്ഥാനത്ത് 5. ഇവിടെ നമുക്കറിയാം 10s ആണ് അല്ലേ. 2 10ന്റെ സ്ഥാനത്താണ് കിടക്കുന്നത്, 10ന്റെ സ്ഥാനത്ത്. അപ്പോൾ ഇവിടെ 10. 3 100ന്റെ സ്ഥാനത്താണ് അല്ലേ, 100ന്റെ. അപ്പോൾ നമുക്ക് 100.
അപ്പോൾ 325 എന്ന് പറഞ്ഞ സംഖ്യ, അപ്പോൾ വൺസിൻ്റെ സ്ഥാനത്ത് 5, ടെൻസിൻ്റെ സ്ഥാനത്ത് 2, 100ൻ്റെ സ്ഥാനത്ത് 3 അല്ലേ? ഇതാണ് സംഖ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ 325. അപ്പോൾ ഈ സംഖ്യയെ, ഈ 325നെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ നാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് ഇൻറ്റു 1/10. ഇൻറ്റു 1/10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സംഖ്യയെ നാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സംഖ്യയെ നാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? 325നെ നാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഥാനം നീക്കി കുത്തിടണം അല്ലേ? അപ്പോൾ എന്ത് വരും? 32.5 എന്നായി അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ സംഖ്യ എന്ത് വന്നു? 32.5 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഈ 32.5നെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക? ഇവിടെ നോക്കിയേ, ഒറ്റയുടെ സ്ഥാനം ഇവിടെ ഏതാണ് ഒറ്റയായിട്ട് വരിക? ഇപ്പോൾ നമ്മൾ 32.5 അല്ലേ? അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് തുടങ്ങുക? അപ്പോൾ ഇതാണ് വൺസ്, ഇത് ടെൻസ്, അല്ലാണ്ട് ഇത് എടുക്കരുത് പോയിന്റ് വന്നു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഇവിടെ വൺസ് എത്രയാണ്? വൺസിൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് 2 ആണ് അല്ലേ? അപ്പോൾ 2. ടെൻസിൻ്റെ സ്ഥാനത്തോ 3. 100ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല അല്ലേ? ഇനി നോക്കിയാൽ ഈ പോയിന്റിൻ്റെ ഇപ്പുറത്ത് എന്ത് കിടക്കുന്നുണ്ട്? ഒരു 5 കിടക്കുന്നുണ്ട് അല്ലേ? അത് നമ്മൾ ഏതിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക നമുക്ക്? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ ഈ 5നെ പറയും, ഈ സ്ഥാനത്ത്, അത് പോയിന്റ് കഴിഞ്ഞുള്ള സ്ഥാനത്തിനെ പറയും 10-1 എന്ന് പറയും, അതായത് 10th എന്ന് പറയും. മനസ്സിലായോ? അതായത് 10ൽ ഒരു ഭാഗമാണ് ഇത്. ഇനി വേറൊരു അക്കം ഉണ്ടെങ്കിൽ 100ൽ ഒരു ഭാഗം എന്ന് പറയും. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറെ അക്കം കൊണ്ടുണ്ടെങ്കിൽ എന്ത് പറയും? 1000-1 എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ വൺസ് ടെൻസ് എണ്ണ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് നാം പറയും 10th 100th അങ്ങനെ പറയും, 10-1 100-1 അങ്ങനെ പറയും. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ വന്നു? അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം, ഇതൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് ഒരു ടേബിളും കൂടി വരയ്ക്കേണ്ടി വരും. ഇപ്പം ഞാനത് മായ്ച്ചു, എന്നിട്ട് നമുക്കിതിൻ്റെ ചേര വേറൊരു ടേബിളും കൂടി അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനെ ഹരിച്ച കാര്യം അല്ലേ, ഇൻറ്റു 1/10, അത് നമ്മൾ ഇവിടെ കുറച്ച് നീക്കി എഴുതി. ഇതേപോലെ തന്നെ 3 കള്ളികൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇവിടെ എന്ത് എഴുതേണ്ടി വരും? ഇവിടെ 32 അത് എഴുതി. ഇനി 0.5 ഉണ്ട് അല്ലേ? 0.5 നമ്മൾ എന്തെന്നാ പറഞ്ഞത്? 10-1 അല്ലേ? അതായത് ഇവിടെ വരുന്നത് എന്താണ്? 1/10, 10ൽ ഒരു ഭാഗം. അപ്പോൾ 32 കഴിഞ്ഞാൽ പിന്നെ 10ൽ ഒരു ഭാഗത്തെ ഏതാ എടുക്കുന്നത്? 5. അപ്പോൾ 5. അപ്പോൾ നമ്മൾ 32.5നെ എങ്ങനെ എഴുതി? വൺസ് 2, ടെൻസ് 3, പിന്നെ 10-1 അതായത് 10th 5. കണ്ടില്ലേ? ഇനി നമ്മൾ ഈ സംഖ്യ ഏത് 32.5നെ വീണ്ടും 10 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കുക. അപ്പം ഇൻറ്റു 1/10. ഇപ്പം ഈ 2 കള്ളികൾ ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ? പോയിന്റ് മുതൽ വലത്തോട്ടും ഇവിടെ നിങ്ങളുടെ ഇടത്തോട്ടും. അപ്പം 32.5നെ നാം വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 3.25 എന്നാരും അല്ലേ? അതായത് പോയിന്റ് ഇങ്ങോട്ട് നീങ്ങി 10 കൊണ്ട് നമ്മൾ ഹരിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ പുതിയ സംഖ്യ എന്താണ്? 3.25. ഇതിനെ നാം എങ്ങനെ ഇതുപോലെ എഴുതും? അപ്പോൾ നമ്മൾ ആദ്യം പോയിന്റ് എടുത്തു, പോയിന്റ് എടുത്തിട്ട് ഇങ്ങോട്ട് ഫസ്റ്റ് ഏതാണ്? അതാണ് വൺസ്, ഒറ്റയുടെ സ്ഥാനത്ത് ഏതാണ്? 3 അല്ലേ? അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? 3. ഇനി 10ഉം 100ഉം ഇല്ല അല്ലേ? അത് കഴിഞ്ഞു. ഇനി പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണുള്ളത്, അതായത് 3.25. അപ്പോൾ ഇത് നാം എടുത്തു കഴിഞ്ഞു. ഇനി ഇങ്ങോട്ടാണുള്ളത്. ഇത് നാം പറഞ്ഞത് 10-1 എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 10-1ൻ്റെ സ്ഥാനത്ത് ഏതാ എടുക്കുന്നത്? 2 അല്ലേ? അപ്പം 10-1ന് നമുക്ക് 2 എന്ന് എഴുതാം. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇവിടെ, 5ഉം കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ അതെത്രയാണ്? ഇത് 10 ആണെങ്കിൽ ഇങ്ങോട്ട് 100 അല്ലേ? അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പുറത്തേക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ 10-1, അടുത്തത് 100-1 അല്ലേ? അപ്പോൾ 100-1ൻ്റെ സ്ഥാനത്ത് ഏതാ എടുക്കുന്നത്? 5. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാം? 1/100, അതായത് 100th എന്ന് പറയും. അപ്പോൾ 1/100ൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത്? 5. അപ്പോൾ നമ്മൾ 3.25നെ ഇങ്ങനെയാണ് എഴുതുക. ഒറ്റയുടെ സ്ഥാനത്ത് 3, 10th സ്ഥാനത്ത് 2, 100th സ്ഥാനത്ത് 5. ഇനി ഞാൻ വീണ്ടും ഈ 3.25നെ വീണ്ടും 10 കൊണ്ട് ഹരിച്ചു എന്ന് വിചാരിക്കും.
അപ്പോൾ ഈ സംഖ്യ എന്തായി മാറി? 3.25 എന്തായി മാറി? വീണ്ടും ഒരു സ്ഥാനം ഇങ്ങോട്ട് നീങ്ങി അല്ലേ? ആ പോയിന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങി. അപ്പോൾ 0.325 എന്ന് മാറി അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 0.1 നമ്മൾ 0 ഇവിടെ വെറുതെ ഇട്ട് കൊടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെ ഇതേ രൂപത്തിൽ എഴുതാം? ഒറ്റ സ്ഥാനത്ത് എന്താ? ഒന്നുമില്ല അല്ലേ? ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒന്നുമില്ല, 0 ആണുള്ളത്, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എഴുതാൻ ഒന്നുമില്ല. ഇനിയോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, അതായത് 10-1 സ്ഥാനത്ത് ഏതാ എടുക്കുന്നത്? 3 അല്ലേ? അപ്പോൾ ഇവിടെ 3 വന്നു. ഇനി 100-1 സ്ഥാനത്ത് 2, പിന്നെയോ 5, പുതിയ ആളും കൂടി വന്നിട്ടുണ്ട്. അപ്പം എന്ത് വേണം? 1000-1 അല്ലേ? അപ്പോൾ 1000th എന്ന് പറയും 1/1000. അതായത് 1000-1 ആ സ്ഥാനത്താണ് ഏത് എടുക്കുന്നത്? 5 എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായി മാറി. അപ്പോൾ ഇവിടെ നമുക്ക് 325 എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്? 325 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 3 × 100 പ്ലസ് 2 × 10 പ്ലസ് 5 × 1. ഇതാണ് നമ്മുടെ 325. ഇനി അത് 32.5 ആയപ്പോഴോ 32.5 എന്ന് എഴുതുമ്പോൾ എന്ത് വരുന്നു? ഇവിടെ കണ്ട 10th സ്ഥാനത്ത് ഏതാണ്? 3 അല്ലേ? അപ്പോൾ 3 × 10 പിന്നെയോ 1 സ്ഥാനത്ത് അല്ലേ 2 × 1 പിന്നെ ഏതാ ഉള്ളത്? 5 ഏതിൻ്റെ സ്ഥാനത്താണ്? 1/10th സ്ഥാനത്ത് അല്ലേ? അപ്പോൾ 5 × 1/10. ഇനി അത് 3.25 ആയപ്പോഴോ 3.25 അങ്ങനെ എഴുതിയപ്പോൾ എന്തോന്നു? 1 സ്ഥാനത്ത് ഏതാണ്? 3. അപ്പോൾ 3 × 1 1 പ്ലസ് 2 എവിടെയാണ് എടുക്കുന്നത്? 1/10th സ്ഥാനത്ത്. അപ്പോൾ 2 × 1/10 പ്ലസ് ഇനി ഏതാ ഉള്ളത്? 5 ഏതിൻ്റെ സ്ഥാനത്താണ്? 1/100 അല്ലേ? അപ്പോൾ 5 × 1/100. ഇനി 0.325 എങ്ങനെ വന്നു? 0.325 എങ്ങനെയായി? 1 സ്ഥാനത്ത് ഒന്നുമില്ല അല്ലേ? ഇനി 3 എവിടെയാണ് കിടക്കുന്നത്? 1/10th സ്ഥാനത്ത് അല്ലേ? അപ്പം 3 × 1/10 പ്ലസ് ഇനി 2 ഏതിൻ്റെ സ്ഥാനത്താണ്? ഇവിടെ ആണ് അല്ലേ? 100ന്റെ സ്ഥാനത്ത്. അപ്പോൾ 2 × 1/100 പ്ലസ് 5 ഏതിൻ്റെ സ്ഥാനത്താണ്? 5 × 1/1000. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ 71ാമത്തെ പേജിൽ ഇതേപോലത്തെ ഒരു ടേബിൾ ഉണ്ട്. അതിൽ 476 എന്ന് പറയുന്നൊരു സംഖ്യ ഉണ്ട്. എന്നിട്ട് അവർ ഇതേപോലെ 2 ടേബിൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതേപോലെ ഒന്ന് എഴുതി നോക്കാം. ഇനി അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്നും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ചോദിച്ചിട്ടുള്ളത് 476/10 എത്രയാണ്? നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം അല്ലേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യാം? ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കി കുത്തിടാം അല്ലേ? പോയിന്റ് ഇടാം. അപ്പോൾ 47.6. ഇനി 476/100 100 കൊണ്ട് വരയ്ക്കുന്ന 2 0 ഉണ്ട്, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം അല്ലേ? അപ്പോൾ എന്ത് വരും? 4.76. വളരെ ഈസിയാണ് ഇത് അല്ലേ? ഇന്നൊക്കെ 476/1000 3 0 ഉണ്ട്. അപ്പോൾ 3 പോയിന്റ് ഇങ്ങോട്ട് നീക്കുമ്പോൾ 0.476 അല്ലേ? 3 പോയിന്റ് നമ്മൾ നീക്കി. പക്ഷെ നമ്മൾ പറഞ്ഞു ഇവിടെ പോയിന്റ് ആദ്യം വരുമ്പോൾ ഒരു 0 ചേർത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെ നോക്കിയാൽ 476/10,000 അല്ലേ? അപ്പോൾ എത്ര 0 ഉണ്ട്? 1 2 3 4 0 ഉണ്ട്. ഇവിടെ നമുക്ക് 1 2 3 സ്ഥാനമുള്ളൂ അല്ലേ? 3 അക്കങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 കൂടി ഇവിടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഇപ്പുറത്ത് പോയിന്റ് ഇടാം. അപ്പോൾ നമുക്ക് പോയിന്റ് ഇട്ടിട്ട് ഒരു 0 നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ 4 7 6 അല്ലേ? അപ്പോൾ ഇവിടെ 4 0-ന് 1 2 3 4 പോയിന്റ് ആദ്യം വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു 0 കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് തെറ്റിക്കില്ലല്ലോ, പക്കല്ലേ? ഓക്കെ. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 327.45ൻ്റെ ഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുക? അങ്ങനെയാണ് എഴുതുക. ഇവിടെ നോക്കിയാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 അക്കങ്ങളുണ്ട് അല്ലേ? 4 5 2 അക്കങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇതിനെ 2 0 ഉള്ളത് 2 0 ഏതാണ്? 100. അപ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സംഖ്യ പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതാം. 3 2 7 4 5 അങ്ങനെ തന്നെ എഴുതിയിട്ട് ബൈ 2 0 ഉണ്ട്, അതുകൊണ്ട് ബൈ 100. കണ്ടില്ലേ? വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇനി നോക്കിയാൽ
ഈ സംഖ്യ 32,745 ഇതിനെ നമുക്ക് ഇങ്ങനെ കിട്ടണം 327.45 അല്ലേ. ഇപ്പോൾ 0.45 രണ്ട് സ്ഥാനം നീക്കിയിട്ട് ഇവിടെ പോയിന്റ് വന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ ഇതിനെന്ത് ചെയ്യണം? ഇതിൻ്റെ എത്ര ഭാഗം എടുക്കണം? നമ്മൾ എത്ര ഭാഗം എടുക്കണം ഇത് കിട്ടാൻ? അല്ല, ഇതിൽ നിന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ രണ്ട് സ്ഥാനം നീക്കിയിട്ടുണ്ട് പോയിന്റ് വന്നു അല്ലേ. അപ്പോൾ എത്ര ഭാഗം എടുക്കേണ്ട വരും? 2 പോയിന്റ് ആകുമ്പോൾ ബൈ 100 അല്ലേ. അപ്പോൾ ഇതിൽ എത്ര ഭാഗം എടുക്കേണ്ട വരാം? 1/100 ഭാഗം അല്ലേ. 1/100 അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് ഇത് കിട്ടുക അല്ലേ. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെ ഇടയിൽ വേറെ ചോദ്യം ഉണ്ടല്ലോ. ഈ സംഖ്യ എന്നിട്ടുണ്ട് 327.045. എപ്പോഴും നമ്മളൊരു കാര്യം പ്രത്യേകം ഞാൻ പറയാൻ മറന്നുപോയി. എപ്പോഴും ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ പോയിന്റിന് ശേഷം നമ്മൾ 45 അല്ലെങ്കിൽ ഇവിടെ 45, 76 അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പോയിന്റിന് ശേഷം നമ്മൾ പറയുന്നത് ഇപ്പം 4.76 എന്ന് വായിക്കാൻ പാടില്ല, 4.76. മനസ്സിലായ? അങ്ങനെ പറയണം, ഓരോന്നോരോന്നും പറയണം. ഇവിടെ നോക്കിയാൽ പോയിന്റ് 476 എന്ന് പറയരുത്, പോയിന്റ് 476 അല്ലെങ്കിൽ 476. ഇവിടെ 327.045 എന്ന് പറയരുത്, 327.045 അല്ലെങ്കിൽ 045 ഇങ്ങനെ പറയാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ സംഖ്യ എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ആക്കുക? ഇവിടെ നോക്കിയേ എത്ര സ്ഥാനമുണ്ട്? 1, 2, 3 അല്ലേ. ഇവിടെ 3 അക്കങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം? 3 പൂജ്യം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3, 2, 7, 0, 4, 5 അങ്ങനെ തന്നെ എഴുതി ബൈ എന്ത് ചെയ്യണം? 3 പൂജ്യം ഉള്ളത് അതായത് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു തെറ്റ് വരുത്തും പല കുട്ടികളും. എന്താണെന്ന് അറിയോ? ഇവിടെ 327.045 അത് അതേപോലെ എഴുതി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ബൈ 1000 എന്ന് എഴുതും. അപ്പോൾ അവർ വെട്ടിടും. ഈ പോയിന്റ് പാടില്ല, പോയിന്റ് കളഞ്ഞിട്ട് എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ ബൈ 1000 എന്ന് എഴുതാം. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ പേജിൽ തന്നെ, അതായത് പേജ് 71 ഒരു 5 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ആക്കി എഴുതണം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? 45.6. അപ്പോൾ എന്തുവാണ് നമ്മൾ പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. ഫ്രാക്ഷൻ എഴുതുമ്പോൾ 45.6 തന്നെ മുകളിൽ എഴുതും. അങ്ങനെ എഴുതരുത്, പോയിന്റ് കളയുക. എന്നിട്ട് 456 തന്നെ എഴുതാം. മറന്നിട്ട് പോയിന്റ് മുകളിൽ ഇടരുത്. ബൈ ഞാൻ എന്ത് വേണം നോക്കിയാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്രയാണ്? ഒരു ഡിജിറ്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഒരു പൂജ്യം, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 456/10. ഇനി രണ്ടാമത്തെ ചോദ്യം 45.06. അപ്പോൾ എന്ത് വേണം? ആദ്യം ഇതേ 45 പോയിന്റ് ഇടരുത്, പിന്നെ 06 തെറ്റിയിട്ട് പോയിന്റ് അതേപോലെ ഇട്ട് വെക്കരുത്. 45.06 അങ്ങനെ തന്നെ എഴുതാം, പോയിന്റ് കളഞ്ഞിട്ട് എഴുതാം. അതിന് ശേഷം നോക്കിയാൽ എത്ര എണ്ണം ഉണ്ട്? 1, 2 ഡിജിറ്റാണ് അല്ലേ പോയിന്റിന് ശേഷം. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 പൂജ്യം, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമ്മുടെ മൂന്നാമത്തത് എന്താണ് ചോദ്യം? സംഖ്യ ഏതാണ്? 45.67. അതിനെ നാം ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ പോയിന്റ് കളഞ്ഞിട്ട് എഴുതാം. 45.67 ബൈ എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 തന്നെ, 2 പൂജ്യം. ഇനി നമ്മുടെ നാലാമത്തത് 4.506. അപ്പോൾ ഇതിനെങ്ങനെ ഫ്രാക്ഷൻ ആക്കാം? പോയിന്റ് കളയാം. അപ്പോൾ എന്ത് വരും? 4506 ബൈ എത്ര ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്? 1, 2, 3 അല്ലേ. അപ്പോൾ 3 പൂജ്യം വേണം അടിയിൽ. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രാക്ഷൻ ആക്കി. ഇനി അഞ്ചാമത്തത് ഏതാണ് സംഖ്യ? 456.07. എങ്ങനെ ഫ്രാക്ഷൻ ആക്കും? 456 പോയിന്റ് എന്നുള്ള പോയിന്റ് കളയുക. എന്നിട്ട് 0 എഴുതി ബൈ എത്ര സ്ഥാനമുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2 അല്ലേ. അപ്പോൾ നമ്മൾ 2 പൂജ്യം, അതായത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പോയിന്റ് കഴിഞ്ഞാൽ ഇപ്പോൾ 45.67 എന്ന് പറയരുത്, 45.67 അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ ഇടുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ